തെല്ലും ഭയപ്പാടോടെ അമ്മാവൻ മഴയിൽ നനഞ്ഞ് ഓടി കോലായിലേക്ക് കയറി. ഒന്നും മിണ്ടാതെ ഉമ്മറത്തെ ചാരുകസേരയിൽ കിടക്കുന്ന ഉണ്ണിയെ അമ്മാവൻ ആദ്യം നോക്കി. എന്നാടാ ഉണ്ണി, എന്നാത്തിനാ ധൃതി പിടിച്ച് ഓടി വരാൻ പറഞ്ഞേ? ഉണ്ണി നിശബ്ദനായി അങ്ങനെ ഇരുന്നു. അമ്മാവൻ ഉണ്ണിയുടെ ഏട്ടത്തി കാർത്തികയെ നോക്കി. എന്നതാ മോളെ, നീയെങ്കിലും ഒന്ന് പറ. എനിക്കറിയില്ല അമ്മാവ, ഉണ്ണിയാ എല്ലാവരോടും വരാൻ പറഞ്ഞത്. ഷെടാ, ഇത് വല്ലാത്ത കൂത്തായി പോയല്ലോ. അമ്മാവൻ കാർത്തികയ്ക്ക് പിന്നിൽ അമ്മമോളെയും ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഉണ്ണിയുടെ ഭാര്യ നീലിമയെ നോക്കി. അവളോട് പിന്നെ ചോദിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. ഹൂമയല്ലേ, ഇവിടെ നാവുള്ളവരെ അതനക്കുന്നില്ല. അമ്മാവൻ പിന്നെയും വട്ടം നോക്കി. കണ്ണൻ കോലായിൽ മഴയിലേക്ക് നോക്കിയിരിക്കുന്നു. അമ്മ വാതിൽപ്പടിയിൽ കുത്തിയിരിക്കുന്നു. അയൽക്കാരൻ മൊയ്തുവും ഭാര്യ നാസിയയും ഒന്നും മനസ്സിലാവാതെ തൂണിൽ ചാരി നിൽക്കുന്നു. ഉണ്ണി മെല്ലെ എഴുന്നേറ്റു. എല്ലാവരും അവനെ ഉറ്റുനോക്കിയിരിക്കുന്നു. അമ്മാവൻ കണ്ണനെ ഒന്ന് നോക്കി. വല്ല വീതം വെക്കണ കാര്യം പറയാനായിരിക്കും. കല്യാണമൊക്കെ കഴിഞ്ഞ് പുതുപ്പെണ്ണൊക്കെ ആയില്ലേ അവന്? ഉണ്ണി അവനെ ഇരുത്തി നോക്കി. ആ നോട്ടത്തിൽ എന്തോ പന്തികേടുള്ളതുപോലെ അമ്മാവന് തോന്നി. ഉണ്ണി തൻ്റെ കയ്യിലിരുന്ന നീലിമയുടെ ടാബ് ഓപ്പൺ ചെയ്ത് കാർത്തികയുടെ കയ്യിൽ കൊടുത്തു. ഏട്ടത്തി, ഇതൊന്ന് ഉറക്ക വായിക്കണം, എല്ലാവരും കേൾക്കണം. വിറയ്ക്കുന്ന കൈകളോടെ അവളത് വാങ്ങി. വായിക്കാൻ ഏട്ടത്തിക്ക് ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷേ വായിച്ചു തീർക്കണം. അവൾ സ്ക്രീനിലേക്ക് നോക്കി. ഉണ്ണിയേട്ടാ, മിനിഞ്ഞാന്ന് ഉണ്ണിയേട്ടൻ അമ്മയെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി, ഏട്ടത്തി മോളെയും കൊണ്ട് സ്കൂളിലും. ആ സമയം കണ്ണേട്ടൻ എന്നെ ബലമായി. കണ്ണുകൾ നിറഞ്ഞെങ്കിലും സ്ക്രീനിൽ നിന്നും മുഖമുയർത്താതെ കാർത്തിക നിന്നു. എല്ലാവരും കണ്ണനെ നോക്കി. അവൻ നിന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. കാർത്തിക വായന തുടർന്നു. എനിക്കൊന്ന് കരയാൻ പോലും പറ്റിയില്ല ഉണ്ണിയേട്ടാ, ഞാനൊരു ഊമയല്ലേ. അറിഞ്ഞുകൊണ്ട് ഉണ്ണിയേട്ടനെ ചതിക്കാൻ എനിക്ക് കഴിയില്ല. മറ്റൊരാൾ ഉപയോഗിച്ച പെണ്ണിനെ ഇനി സ്നേഹിക്കാൻ ഉണ്ണിയേട്ടന് കഴിയുമോ എന്ന് എനിക്കറിയില്ല. ഇതും ഉള്ളിൽ വെച്ച് വീണ്ടും അയാൾക്ക് കീഴടങ്ങി ജീവിക്കേണ്ടി വരുന്നതിനേക്കാൾ വിഷമമാണ് ഏട്ടാ. ഒന്നും അറിയാത്ത പോലെ നടിച്ച് ഏട്ടനോട് ചേർന്ന് കിടക്കാൻ. എന്നെ കളഞ്ഞേക്കിനി ഉണ്ണിയേട്ടാ, ഞാൻ പൊക്കോളാം. വായിച്ചു തീർന്നതും കാർത്തികയുടെ കയ്യിൽ നിന്നും ഫോൺ താഴെ വീണു. ആ മിണ്ടാപ്രാണീനെ നീ? അമ്മാവൻ അലറി. അടിച്ച് കൊല്ലടായി നാറിനെ. പെറ്റമ്മയും അലറി. അമ്മ പേടിച്ച് കണ്ണുകൾ അടച്ചു. അവൾ കള്ളം പറയാ, വിശ്വസിക്കല്ലേ. ഇന്നലെ വന്ന് കയറിയവൾ പറയുന്നതാണോ ഞാൻ പറയുന്നതാണോ? പറഞ്ഞു തീരും മുമ്പ് ഛീ നിർത്തടാ. ഉണ്ണി അലറി. നീ ഒന്നും ചെയ്തിട്ടില്ലല്ലേ? ഉണ്ണി നീലിമയെ വലിച്ചു മാറ്റി നിർത്തി. നൈറ്റി അടിയിൽ നിന്നും മുകളിലേക്ക് പൊക്കി തുടയിൽ മാന്തി പറിച്ചു വെച്ചിരിക്കുന്നതിൻ്റെ പാടുകൾ. പിന്നിൽ വന്ന് മുകളിൽ നിന്നും നൈറ്റി വലിച്ചു കീറി ചോരപ്പാടുകൾ. ശേഷം തൻ്റെ ഷർട്ടൂരി അവളെ പുതപ്പിച്ചു. നിന്നെ ഈ നിമിഷം അടിച്ചു കൊല്ലാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. ഹനക്ക് വയ്യെങ്കിൽ പറ, ഞാൻ കൊല്ലാം ഈ ഹമുക്കിനെ. മൊയ്തു ഉമ്മറത്തേക്ക് ചാടിക്കയറി. വേണ്ട. പിന്നെ നിങ്ങളിങ്ങനെ തർക്കിച്ചുകൊണ്ട് നിൽക്കാതെ പുറത്തേക്ക് പോവാതെ ഈ പ്രശ്നം ഒതുക്കി തീർക്കാൻ നോക്ക്. നാസിയയുടെ വാക്കുകൾ കേട്ട് ഉണ്ണി അവളെ നോക്കി ചിരിച്ചു. പിന്നെ എന്താ ഇപ്പോൾ നീ ഉദ്ദേശിക്കണ മോനെ? അമ്മാവൻ നിലത്തിരുന്നു. ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അവരിപ്പോൾ വരും. ആര്? അമ്മാവൻ അത്ഭുതത്തോടെ ചോദിച്ചു. പറഞ്ഞു തീർന്നതും പോലീസ് ജീപ്പ് ഉമ്മറത്തേക്ക് പാഞ്ഞെത്തി. ഉണ്ണി, ഒന്നോടൊന്ന് ആലോചിച്ചിട്ട് പോരെ? അതുവരെ നിശബ്ദയായിരുന്ന അമ്മ ഓടിയെത്തി അവൻ്റെ കയ്യിൽ പിടിച്ചു. പക്ഷേ ആ കൈയെടുത്ത് മാറ്റി കാർത്തിക. അമ്മ ഒന്നും മിണ്ടാതിരിക്കൂ. ഒരു ഞെട്ടലോടെ ഉണ്ണി ഏട്ടത്തിയെ നോക്കി. പരസ്പരം സമ്മതമാണെങ്കിൽ ആർക്കും ആരുമായി ബന്ധപ്പെടാം, അല്ലേ ഏട്ടത്തി? പക്ഷേ പിടിച്ചു വാങ്ങുന്നത് ശരിയാണോ? അത് ഏട്ടത്തിയേക്കാൾ നന്നായി മറ്റാർക്കും അറിയില്ലല്ലോ. സ്വന്തം അമ്മാവൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അല്ലേ ഏട്ടത്തി ആദ്യമായി ഉപയോഗിക്കുന്നത്. അന്നതെന്താണെന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലായില്ല. പോകെ പോകെ കാര്യങ്ങൾ പഠിച്ചു വന്നപ്പോൾ ഉള്ളിൽ വിഷമം മാത്രം. ആരോടേലും പറയാനും പേടി. ദൂരയാത്രകളിലും എക്സാമിനും ഒക്കെ ആ അമ്മാവൻ്റെ കൂടെ അമ്മ നിർബന്ധിച്ചു വിടുമ്പോൾ, വേണ്ട തമ്മയോട് എത്ര പറഞ്ഞാലും കേൾക്കാതെ വരുമ്പോൾ ഉള്ളു നീറിയിട്ടില്ലേ? ഒന്നും നടക്കാത്ത പോലെ അയാൾ പെരുമാറുമ്പോൾ ഏട്ടത്തി വിചാരിച്ചു എല്ലാം മറന്നെന്ന്. ഒടുവിൽ കല്യാണത്തലേന്ന് ഒരിക്കൽ കൂടി നിന്നെ എനിക്ക് വേണം. സമ്മതിച്ചില്ലേൽ നടന്നതെല്ലാം മറ്റുള്ളവരോട് പറയുമെന്ന ഭീഷണി വന്നപ്പോൾ ഏട്ടത്തി എടുത്ത തീരുമാനം ജീവിതം അവസാനിപ്പിക്കാനായിരുന്നു. എല്ലാം ഓക്കെ അല്ലേ അവിടെ എന്ന് ചോദിക്കാൻ ഞാനെന്ന് വിളിച്ചില്ലായിരുന്നെങ്കിലോ? അന്നവനെ ഒതുക്കി ആ പ്രശ്നം നമ്മൾ തീർത്തു. പക്ഷെ അവനെപ്പോലൊരുവൻ ഇപ്പോൾ വീണ്ടും. ആളുകൾ എന്തു പറയും, മാനം പോവൂ എന്നൊക്കെയുള്ള ചിന്തകൾ ഇതുപോലെ ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം കളഞ്ഞിട്ടുണ്ട്. ഇനിയത് വേണ്ട. ഇവനെ ഞാൻ നിയമത്തിന് വിട്ടുകൊടുക്കുക. ഇവളെ ഇപ്പോൾ എടുത്തുകൊണ്ടുപോയി ഞാൻ തന്നെ ഒന്ന് കുളിപ്പിച്ചാൽ തീരാവുന്ന അഴുക്കേ അവളുടെ ശരീരത്തിലുള്ളൂ. പിന്നെ മനസ്സിനേറ്റ മുറിവ്, അത് ഞാൻ സ്നേഹം കൊണ്ട് ഉണക്കിയെടുത്തോളാം. എന്നും പോകും പോലെ എൻ്റെ ബൈക്കിന് പിന്നിലിരുത്തി ഇവളെയും കൊണ്ട് ഞാൻ സ്റ്റേഷനിലേക്കും കോടതിയിലേക്കും പോകും.
2 തല്ല് വെച്ചു കൊടുത്ത് ഇവനെ വെറുതെ വിട്ടാ നാളെ ഇവളെ കാണുമ്പോൾ ഇവളുടെ മണമായിരിക്കും അവൻ ആദ്യം ഓർമ്മ വരിക. ഭാര്യയ്ക്ക് വേണ്ടി നീതി നേടിക്കൊടുക്കുന്നവനും ആണത്തമുള്ള ഭർത്താവ് തന്നെ. പിന്നെ ഇവന് കിട്ടാനുള്ളത് ജയിലിൽ നല്ല ഉശിരൻ ആമ്പിള്ളേരുണ്ട്, കിട്ടിക്കോളും. എല്ലാവരും നോക്കി നിൽക്കെ കണ്ണൻ്റെ കൈകളിൽ വിലങ്ങു വീണു. ഉണ്ണി നീലിമയെ വാരിയെടുത്ത് മുറിയിലേക്ക് നടന്നു. നീ ആരെങ്കിലും മോളെ മടിയിലിരുത്തുമ്പോഴും എടുക്കുമ്പോഴും എന്തിനാ അമ്മയെ കൊടുത്തേ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടാറുള്ളതിൻ്റെ കാരണം ഇപ്പോഴാ മോളെ അമ്മയ്ക്ക് മനസ്സിലായത്. കാർത്തിക അമ്മയെ നോക്കി. പുറത്ത് പറയാനും നീതി മേടിക്കാനും എല്ലാവരും ഭയക്കുന്നത് ആളുകൾ എങ്ങനെ കാണും, എന്തു പറയും എന്നുള്ളോണ്ടാമ്മേ. ഉണ്ണിയെപ്പോലെ ചങ്കുറപ്പുള്ളവർ ഉണ്ടെങ്കിൽ, ഒരു പെണ്ണിന് എല്ലാം തുറന്നു പറയാൻ തോന്നുന്ന ഭർത്താവുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ എതിരെ നിന്നാലും പിന്നെ അവളെ തളർത്താനാവില്ല. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.